ഒരു നല്ലൊരു 8ന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ R15 കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്യൂല് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഈ സാധാരണ വണ്ടിയിലൊക്കെ വെച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോഡിഫിക്കേഷൻ വീഡിയോ ആണ്. മോഡിഫിക്കേഷൻ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ ഒരുപാട് നമ്മൾ മോഡിഫിക്കേഷൻ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റോക്ക് എഞ്ചിനിൽ നിന്നും എന്നാൽ കഴിയുന്ന രീതിയിൽ പരിശ്രമിച്ച് മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ നോക്കുകയാണ് ഞാൻ എൻ്റെ സാമ്പത്തിക പരിധിയിൽ നിന്നുകൊണ്ട്. അതായത് നമ്മുടെ ആ ഒരു സ്റ്റോക്ക് ഈ ഒരു എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു എഞ്ചിനാണ്. സ്റ്റോക്ക് വണ്ടിയിൽ തന്നെ ഏകദേശം റെവ് ലിമിറ്റർ അടിച്ചിട്ട് തന്നെ ഏകദേശം ഒരു 150 അടുത്ത് കയറുന്ന കേപ്പബിലിറ്റി ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ R15 വെർഷൻ 3 എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ അതിനകത്ത് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂലിങ്ങിലും അതിൻ്റെ എയർ ഫ്യൂൽ റേഷ്യോയിലൊക്കെ കുറച്ച് റിച്ച് ആക്കിയാൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ നിന്ന് കുറച്ചും കൂടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്നുള്ള കാര്യമൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ഞാനിതിനകത്ത് ഓൾറെഡി കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന പോലെ കേട്ടോ, ബിഗ് ബോർ ചെയ്യുന്ന പരിപാടിയൊന്നും തന്നെയല്ല. നമ്മൾ ഇറിഡിയൻ സ്പാർക്ക് പ്ലഗ് കേട്ടിട്ടുണ്ട്. ആ ഇറിഡിയൻ സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ട്രിപ്പിൾ ഹെഡ് വരുന്ന ഒരു സ്പാർക്ക് പ്ലഗ് ആണ്. ഉമാ റേസിങ്ങിൻ്റെ കുറച്ചും കൂടെ ഒരു 0.6 bhp അടുത്ത് അഡീഷണൽ നമുക്കൊരു പവർ ഇൻക്രീസ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ എൻജിനൈസിൻ്റെ കൂളൻ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന കൂളൻറ്റിനെ കാട്ടിലും നല്ലപോലെ എൻജിൻ തണുപ്പിക്കും, കൂളാക്കി വയ്ക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹോഴ്സ് പവറിനോ അല്ലെങ്കിൽ റിഫൈൻമെൻറ്റിനോ ഹൈ ടെമ്പറേച്ചറിലൊന്നും തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ലാഗോ കാരണം തന്നെ വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ എൻഗേജിൻ്റെ സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഒരു ഹൈ ഫ്ലോ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1 bhp അടുത്ത് കൂടുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ മെയിനായിട്ടും ഇന്നത്തെ നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ പോകുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫ്യൂലെക്സ് ആണ്. റേസ് ഡൈനാമിക്സിൻ്റെ ഫ്യൂലെക്സ് ഏകദേശം 10,000 രൂപയ്ക്ക് അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഒരു സാധനം മേടിച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ട്. കാര്യം കമ്പനി ഇറക്കുന്ന വണ്ടി അത്യാവശ്യം നിങ്ങൾക്ക് ഓടിച്ച് തൃപ്തിപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്കൊരു ക്രേസ്, ഞാൻ ഈ ഒരു വണ്ടിയിൽ ഇപ്പം നിലവിൽ 41,000 കിലോമീറ്ററായി. ഈ ഒരു വണ്ടി മാക്സിമം ഇങ്ങനെ പണിഞ്ഞ് ഇരിക്കണം എന്നുള്ളൊരു കാര്യം, പണിയണമെന്നല്ല, കുറേ അധികം മോഡിഫിക്കേഷനൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ എൻ്റെ വണ്ടിയിലോട്ട് ചെയ്യുന്നത്. ഒരിക്കലും ഫ്യൂലെക്സ് പോലുള്ള സാധനം 10,000 രൂപ കൊടുത്ത് മേടിച്ച് വെക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. കാര്യം അതിനുള്ളതുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മുടെ വണ്ടിയുടെ ലൈഫും ഓരോ ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച് അതിൻ്റെ നമ്മുടെ വണ്ടിയെ മെഷർ ചെയ്ത് അതിനനുസരിച്ചുള്ള ഫ്യൂലിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. ഫ്യൂല് റിച്ച് ആക്കാനും ഫ്യൂല് ലീൻ ആക്കാനും, ഇതിൻ്റെ അതായത് ഫ്യൂല് കൂട്ടി കൊടുക്കാനും പറ്റും, ഫ്യൂല് കുറച്ച് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫിൽറ്റർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ എയർ ഈ ഒരു വണ്ടിയുടെ ഉള്ളിലോട്ട് പോകുമ്പം കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് എയർ ഫ്യൂൽ മിക്സർ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, കംപ്രഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ കൂടുതൽ എയർ പോകുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഫ്യൂല് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതുകൊണ്ട് തന്നെ നമുക്ക് 10 മാപ്പ് വരുന്ന ഒരു ഫ്യൂലെക്സ് പ്രോ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് നമ്മുടെ വണ്ടിയിലോട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് 2019 മോഡൽ R15 വെർഷൻ 3 ആണ്. നമുക്ക് സിമിയാഷൻ്റെ അടുത്തത് ഡയറക്റ്റ് അങ്ങ് പോയേക്കാം. അപ്പം നമ്മൾ നേരെ സിമിയാഷാൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, കുറേ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ ഇനിയിപ്പോൾ സിമിയാഷാൻ്റെ അടുത്തോട്ട് പോയിട്ട് നമ്മുടെ വണ്ടിയിൽ കുറച്ച് കാര്യം എന്തായാലും ഫ്യൂലെക്സ് ഒക്കെ വെക്കുന്നതല്ലേ, ഒരു ചെറിയൊരു സർവീസൊക്കെ പോലെ ചെയ്യാം. ഓൾറെഡി ഓയിൽ നമ്മൾ മാറിയിട്ടുള്ളതാണ്. നമ്മൾ മോട്ടോറിൻ്റെ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് എപ്പോഴും മിക്കവാറും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ടർ, പമ്പ്, ത്രോട്ടിൽ ബോഡി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വാൽവ് ക്ലിയറൻസും ചെയ്തിട്ട് ഇത് വെക്കാമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അവിടെ ചെന്നിട്ട് തിരക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ വയ്ക്കാം, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ വണ്ടി ഇപ്പം നിലവിൽ നല്ല ശോകാവസ്ഥയിലാണ് കേട്ടോ, നല്ല ശോകാവസ്ഥയിലാണ്. നമ്മൾ കുറേ അധികം പാർട്സിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഇതുവരെ അത് മേടിച്ചിട്ടില്ല. കാര്യം കുറച്ച് എന്താ പറയുക, പൈസയ്ക്ക് കുറച്ച് അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ, വേറെ കുറേ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും, അതായത് മേജറായിട്ടുള്ള സർവീസസോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. ഷോക്കൊക്കെ ശരിക്കും താന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഇതുവരെ 41,132 കിലോമീറ്ററായി. ഇതുവരെ ഞാൻ ഇതിൻ്റെ വാൽവ് ക്ലിയറൻസ് ചെയ്തിട്ടില്ല. അതിൻ്റെ സൗണ്ടോ കാരണം തന്നെ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ വണ്ടിക്ക് എന്ന് ഒരു വാൾവിൻ്റെ അടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു
അപ്പം തന്നെ കൊണ്ടുപോയി നിങ്ങൾ വാൽവ് ക്ലിയറൻസ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു റോക്ക് റാം ഉണ്ട്, അതായത് ഈ പ്രത്യേകിച്ച് V3-യിൽ VVA റോക്ക് റാം ഉണ്ട്. അതിന് എന്തെങ്കിലും ഒരു തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 7,000 രൂപയ്ക്ക് അടുത്താണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്, റീപ്ലേസിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതെല്ലാവരും മസ്റ്റായിട്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മളിത് സാധനമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷനെ വീട്ടിൽ വെച്ച് എടുക്കാൻ മറന്നുപോയി, കുഴപ്പമില്ലല്ലോ. ഇതേ സാധനം ഇതാണ്, അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാ ശാനം ഒന്ന് പറഞ്ഞുതരാം. ഇതല്ല അതിൻ്റെ മൊഡ്യൂള്, ഇതാണ് കേട്ടോ അതിൻ്റെ മൊഡ്യൂള്. ഫ്യൂലെക്സ് പ്രോ സീരീസാണ് ഇത്. പ്രോ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാപ്പ് ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കാം. ഇതിൻ്റെ ഒരു എങ്ങനെ ആശാനെ ഒന്ന് വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയാം, നമ്മുടെ വണ്ടിയിലോട്ട് എങ്ങനെ അതിൻ്റെ മെക്കാനിസം? ഫ്യൂവലിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്യൂല് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഈ സാധാരണ വണ്ടിയിലൊക്കെ വെച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ഈ എയർ ഫിൽറ്ററും എക്സോസ്റ്റും ഒന്നും മാറാത്ത വണ്ടിയിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ വരും. അപ്പം നമ്മുടെ വണ്ടിയിൽ മറ്റേ സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് കുറച്ചും കൂടെ ഇത് കിട്ടൂലേ? വ്യത്യാസം വരും. അത് നമ്മുടെ വണ്ടിയിലോട്ട് ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, വേറെ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് വാറണ്ടിയെ ബാധിക്കും പുതിയ വണ്ടി വെക്കാനാണെങ്കിൽ? ഇല്ലല്ലോ, ഇല്ല, വയറൊന്നും കട്ട് ചെയ്യുന്നില്ല. അതെ. അങ്ങനെ നമ്മൾ വണ്ടിയിലോട്ട് ആ ഒരു സംഭവം കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ടാങ്ക് ഊരി അതിൻ്റെ വയറൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സമയം നമ്മൾ കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ത്രോട്ടിൽ ബോഡിയും എയർ ഫിൽറ്ററും പിന്നെ ആ ഒരു ഇഞ്ചക്ടറും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. എന്തായാലും വയ്ക്കുമ്പം കുറച്ചുകൂടെ ഔട്ട്പുട്ട് കിട്ടട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വണ്ടി നല്ല ശോകം കണ്ടീഷനിലാണ്. ഇന്ന് എറണാകുളം വരെ പോയിട്ട് വന്നതിൻ്റെ ലുക്കാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ത്രോട്ടിൽ ബോഡിയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചക്ടറും കൂടെ ഒന്ന് അഴിച്ച് നോക്കുകയാണ് കേട്ടോ. ത്രോട്ടിൽ ബോഡി എങ്ങനെ ഉണ്ടാ? നല്ല അഴുക്കുണ്ടല്ലേ? ഈ എയർ ഫിൽറ്റർ വെച്ചിട്ട് ആയിരിക്കുമോ എൻഗേജിൻ്റെ? ഫാൻസിലല്ലേ? പൊടിയാ, അതെ. അന്ന് നമ്മൾ ക്ലീൻ ചെയ്താ, ഒരു 3 കൊല്ലം മുമ്പ് ക്ലീൻ ചെയ്തതാ. അപ്പോൾ ഇത്രയും പൊടിയൊക്കെ പ്രതീക്ഷിക്കാം. വേണ്ടേ? ത്രോട്ടിൽ ബോഡിയുടെ അവസ്ഥ എന്തായാലും അഴിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ത്രോട്ടിൽ ബോഡി ഈ മിസ്സിംഗ് ഒക്കെ വരുന്നത് ഇതുകൊണ്ടായിരിക്കുമല്ലേ? ത്രോട്ടിൽ ബോഡിയുടെ അവസ്ഥ ഉണ്ടോ? ഇത് വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. നേരിട്ടൊന്നും കൊള്ളാമല്ലേ? ഭയങ്കരമായിട്ടുണ്ടല്ലേ? അതും ക്ലീൻ ചെയ്ത് ഇഞ്ചക്ടറും കൂടെ നമുക്ക് ഇഞ്ചക്ടറിലും കാണും. അങ്ങനെയാണെങ്കിലേ ഇവിടെ ഉണ്ടെങ്കിൽ ഇഞ്ചക്ടറിലും കാണും. ഇപ്പം ഇഞ്ചക്ടർ അല്ലായിരിക്കും ആണ് ത്രോട്ടിൽ ബോഡി. ത്രോട്ടിൽ ബോഡി അല്ലേ? ഇഞ്ചക്ടർ നല്ല അഴുക്കുണ്ടല്ലേ? മാക്രോ ക്യാമറ ഒന്ന് വർക്കാവട്ടെ. ഓ, നല്ലോണം ഉണ്ട് അഴുക്കില്ലേ? അതാ അതിൽ ഫ്യൂവലും മൊത്തം ഫ്യൂവലും റെഡി ആവാഞ്ഞത്. ത്രോട്ടിൽ ബോഡി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ള കാര്യം കാണിച്ചു തരാം. നമ്മൾ പണ്ട് കാണിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതെന്ത് സ്ക്രൂ ആണ്? ഐഡിൽ സ്ക്രൂ അല്ലേ? ഇതൊക്കെ ഫുള്ള് കരിയല്ലേ? ഇത് ഈ കരി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കാണിക്കില്ലേ? നിക്കത്തില്ല. അപ്പം നമുക്ക് കാണാം കരികളാകുന്നത്. ഈ കൊറോഷൻ ഉണ്ടാവില്ലേ ഇതിങ്ങനെ വാവിൽ തുറക്കുമ്പോഴും മറയ്ക്കുമ്പോഴൊക്കെ? ഒരു പുതിയ ത്രോട്ടിൽ ബോഡിക്ക് എത്ര വർഷം? 6000 കൂടുതലേ ഉള്ളു. കുറെ ചരിത്രമല്ലേ മഹായി? ഭയങ്കര ഫോഴ്സിലില്ലേ ഇത്? അപ്പോൾ നിങ്ങൾ നോക്കാണ്ട ഇതിന് മുമ്പ് എങ്ങനെ ഇരുന്നതാണ് എന്നുള്ള കാര്യം. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് ആഫ്റ്ററും ബിഫോറും നോക്കും നിങ്ങൾ. എന്താ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്തായാലും. അതുപോലെ തന്നെ അത് കടന്ന അഴുക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇഞ്ചക്ടർ ഫുള്ള് ക്ലീൻ ചെയ്ത് ഉള്ളും അകവും എല്ലാം പുറവും അകവും എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇഞ്ചക്ടർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് ഫ്യൂലെക്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. വീഡിയോ എന്തുകൊണ്ടാണ് വണ്ടി വെച്ചതിൻ്റെ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു 8ൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്.
നമ്മൾ R15 വെർഷൻ നമുക്കൊരു മണ്ടത്തരമാണ് പറ്റിയത് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. R15 വെർഷൻ 3 2018 വണ്ടി ലോഞ്ച് ചെയ്തത്. 2019 വരെ ഉള്ളായിരുന്നു BS4ൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 1.5 വർഷം മാത്രം ഉള്ളായിരുന്നു എൻ്റെ ഇരിക്കുന്ന മോഡൽ. അതായത് R15ൻ്റെ ട്രൂ പൊട്ടൻഷ്യലുള്ള ഏകദേശം 90 സ്റ്റോക്ക് വണ്ടി തന്നെ 90.3 BHP അടുത്ത് വരുന്ന അത്യാവശ്യം നല്ല ഇനീഷ്യലും ടോപ്പ് എൻഡും മിഡ് റേഞ്ചും എല്ലാം ഒരുമിച്ച് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അങ്ങോട്ട് BS6 പവർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ വെർഷൻ 4 അതിലും പവർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മേടിച്ചത് 2020 വെർഷൻ്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ നമുക്ക് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതായത് ഇതിനകത്ത് ലാംഡ സെൻസർ ഒറ്റ ഒരു വയറിങ് മാത്രമാണ് വരുന്നത്. പക്ഷെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ മേടിച്ച സാധനത്തിനകത്ത് ഏകദേശം 3 ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, 3 സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിലോട്ട് വെക്കാനായിട്ട് ഒരു നിർവാഹവും ഇല്ല. ഞാൻ റേസ് ഡൈനാമിക്സിലൊക്കെ വിളിച്ചു. പക്ഷേ 2019 എന്ന് പറഞ്ഞ വേരിയൻറ്റിന് ഇതുവരെ അവർ ഇറക്കിയിട്ടില്ല ഫ്യൂലെക്സ് എന്ന് പറഞ്ഞ സാധനം. ഒരുപാട് വിഷമമുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയും മേടിച്ചൊരു സാധനമാണ് നമ്മുടെ വണ്ടിയിൽ വെച്ച്. 10,000 രൂപ പോയാലും കുഴപ്പമില്ല, ഈ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും. കുറച്ച് ടോർക്കിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഈ വണ്ടിക്ക്. നമ്മൾ കൂടുതലും 150cc വണ്ടിയാണെന്നുണ്ടെങ്കിലും ടെക്നിക്കലി ഇതൊരു 150cc വണ്ടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് 200cc എന്നുള്ള മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ 200cc ഉള്ള വണ്ടികളായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുന്ന വണ്ടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോർക്ക് ടെക്നിക്കലി ഇതൊരു 150cc ആണ്ട് ടോർക്ക് വളരെയധികം കുറവാണ് കമ്പയർ ടു എക്സ്പൾസിനെക്കാട്ടിലും പോലും. അതുകൊണ്ട് തന്നെ ടോർക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള നല്ലൊരു ഒരു വഴിയായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഫ്യൂലെക്സ് എന്ന് പറയുന്നത്. സോ ഈ വണ്ടിയിൽ വെക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് സത്യാവസ്ഥ. അപ്പോൾ പവർട്രോണിക്ക് വെക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. എന്നിരുന്നാലും നമുക്ക് നോക്കാം. പവർട്രോണിക്ക് ഒരു 10,000-11,000 രൂപയൊക്കെ അടുത്താവും. അത്രയും രൂപയുടെ സാധനമൊക്കെ അത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. നമുക്ക് നോക്കാം. നമ്മൾ RCB ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പവർ പെർഫോമൻസ് ഭാവിയിലൊക്കെ ഒരുപാട് കൂട്ടും എന്ന് കരുതി. എന്തായാലും ആട്ടെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു സാധനം വെക്കണമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 200, 390 വരെയുള്ള വണ്ടികളൊക്കെയാണ്. 390 ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കാര്യമാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഫ്യൂലെക്സ്. കാര്യം ആ ഒരു ജെർക്കിങ് കാര്യങ്ങളൊക്കെ കുറേ അധികം കുറയ്ക്കും, റിഫൈൻമെൻറ്റ് കൂട്ടും, എഞ്ചിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ കൂട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ വണ്ടി കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. ഓക്കെ, ബൈ.